തീരെ സുഖമില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ നല്ല പനിയും തൊണ്ടവേനയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലബാർ ഗോൾഡിൻ്റെ ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു. ആ ഒരു പരിപാടിയിലേക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള ഒരുപാട് ആളുകൾ, വലിയ വലിയ ആൾക്കാരൊക്കെ ആ ഒരു സ്ഥലത്ത് വന്നു. അവിടെ ബിഗ് ബോസ് ടീമായിട്ടുള്ള ആദില, നൂറ എന്ന് പറയുന്ന രണ്ടുപേര് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതിനുശേഷം ഈ ഫൈസലിൻ്റെ ഫേസ്ബുക്കിനകത്ത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു. അതായത് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുകയും സ്വന്തം മാതാപിതാക്കളെ പ്രതിക്കൂട്ടിലാക്കുകയും മറ്റു ജനങ്ങളുടെ മുമ്പിൽ നാണം കെടുത്തുകയും ചെയ്ത് പോയിട്ടുള്ള ഈ രണ്ട് സാധനങ്ങളെ ഫൈസൽ വീട്ടിൽ കയറ്റിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ കമൻറ്റുകൾ നമ്മൾ കണ്ടത്. നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്ന സമയത്താണെങ്കിലും രശ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവരുടെ മുഖത്ത് നോക്കി, ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു, ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. കാരണം കുടുംബത്ത് താമസിക്കുന്ന, കുടുംബപരമായി ജീവിക്കുന്ന ഒരാൾക്കും ഈ പറയുന്ന ആൾക്കാർ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എൻ്റെ കുടുംബത്തിലോ വീഡിയോ കാണുന്ന നിങ്ങളുടെ കുടുംബത്തിലൊക്കെ മക്കളുണ്ടാവും. അവരിത്തരത്തിലൊരു പ്രവൃത്തി കാണിച്ച് പോകുമ്പോഴാണ് അതിൻ്റെ ഊത്തലും വേദനയും നമുക്ക് മനസ്സിലാകുന്നല്ലേ. അത് ലാലേട്ടനത് മനസ്സിലായിട്ടില്ല. അത് ഒരു പക്ഷേ ചിലപ്പം മനസ്സിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പിന്നെ അവർക്കൊന്നും പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ. കാരണം അവർക്ക് എങ്ങനെയും പണം ഉണ്ടാക്കുക, സമൂഹത്തിൽ ജീവിച്ചു പോവുക എന്നൊക്കെ ഉള്ളൂ. അപ്പം ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത് പോയതിനു ശേഷം ഈ ഫൈസലിന് ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് എൻ്റെ ക്ഷണപ്രകാരമല്ല ഇവരവിടെ വന്നത്, പക്ഷേ ആ സ്ഥലത്ത് വരുമ്പോൾ അവർ ആ സ്ഥലത്ത് നിന്ന് അധിക്ഷേപിച്ച് വിടുന്നത് മാന്യത അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് മൈക്കെടുത്ത് ഈ ആദിലാടെ, നൂറാടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് സമൂഹത്തിൽ ഇത്തരം ആൾക്കാരെ വെള്ളപൂശാൻ വരുന്ന ചില മലനാറികളും ചില വൃത്തികെട്ട ഊളകളും ഒക്കെ ഇവരെ അങ്ങ് പൊക്കി പിടിച്ച് അങ്ങ് വീഡിയോ ചെയ്ത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് മലബാർ ഗോൾഡിൻ്റെ ഓണറാണല്ലോ. അപ്പം എന്താണെങ്കിലും ആ വാർത്തയ്ക്ക് ഒരു ഹോപ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ മലമൂളയും കർമ്മ കക്കൂസും വേഷ്യനെറ്റും ന്യൂസ് 8 അങ്ങനെ കുറേ കക്കൂസുകളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ഇവന്മാരെല്ലാം കൂടെ അങ്ങോട്ട് ഇരുന്നുകൊണ്ട് അങ്ങ് മെഴുകാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്താണ് ഈ ഒരു വാർത്ത നമ്മുടെ ഷെഫീന ബീവി അവരുടെ യൂട്യൂബിലൂടെ അങ്ങോട്ട് ഇട്ട് അത് നല്ല അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ് കൊടുത്തത്. അന്നേരമാണ് ഒരു കുണ്ടൻ നമ്മുടെ ഷെഫീനായെ വിളിച്ചിട്ട്, നീ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെയൊക്കെ മോശമായിട്ടൊക്കെ പറയുന്നല്ലോ എന്ന് കേട്ട്. സത്യത്തിൽ ഇവക്ക് ആള് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഈ കുണ്ടൻ ആള് തെറ്റിപ്പോയി എന്നുള്ള. കാരണം ഷെഫീന ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന മാത്രമല്ല, അടിച്ച് അവൻ്റെ ഒക്കെ അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന, കിടുക്കാച്ച് മറുപടി കൊടുക്കുന്ന സ്ത്രീയാണെന്നുള്ളത് ഈ വിളിച്ച കുണ്ടനോ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചവർക്കും അറിയത്തില്ല. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആ ഓഡിയോ ക്ലിപ്പ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തിട്ടൊക്കെ ചില സംഭവങ്ങൾ കേൾപ്പിക്കത്തുള്ളൂ. നിങ്ങളതൊന്ന് കേട്ട് നോക്ക്, എന്നിട്ട് ഞാനൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. ഹലോ ഹലോ, ഞങ്ങള് കമ്മ്യൂണിറ്റി അടക്കം ആക്ഷേപിക്കുന്നുണ്ടല്ലോ 2 ദിവസം മുന്നേ. ഏത് കമ്മ്യൂണിറ്റി? ട്രാൻസ് കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുന്നതായിട്ട് കണ്ടല്ലോ. എന്തായിരുന്നു കാര്യം? നിങ്ങൾ ഒരാളെ ഫോൺ വിളിച്ചിട്ട് ആരല്ല ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിരഞ്ജനയാണ്. ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിലെ ഒരു അംഗമാണ്. ഞങ്ങളുടെ അംഗത്തിലുള്ള ഒരാളാണ് നൂറ. ആണോ? അതില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ അപമാനിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം എന്താണ്? അല്ലടി, നീ എന്റെ അടുത്തത് ചോദിക്കാൻ നീ ആരടി? അല്ലടി, കേക്കാൻ പറ്റത്തില്ല, കേക്കുന്നില്ല. കാരണം അത് കേൾക്കാൻ കൊള്ളത്തില്ല. അതുപോലത്തെ മറുപടിയാണ് കേട്ടോ. അടിച്ചങ്ങോട്ട് അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സമൂഹ വിരുദ്ധരായിട്ടുള്ള നമുക്കൊന്നും ഈ കമ്മ്യൂണിറ്റിയൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളൊക്കെ കുടുംബപരമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ കമ്മ്യൂണിറ്റി അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കുന്നവരുണ്ടാകാം, അത് അവരുടെ ചോയ്സ്. പക്ഷെ നമുക്കത് പറ്റില്ല. വിളിച്ച ആൾ മാറി. പിന്നെ നമുക്ക് ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടോ. ഹായ്, ഈ ഒരു എന്തിരച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിരച്ചി എന്ന് പറയുമോ എന്തിരൻ എന്ന് പറയുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഫാദർലെസ് ആണ് എന്നുള്ളത് മനസ്സിലായി അല്ലെ. ഈ കാറ്റഗറിക്ക് മുഴുക്കെ അങ്ങനെയാണ്. ഫാദർ മദർലെസ് ആണല്ലോ. ഫാദർ മദർ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറത്തില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഞാനിന്ന് വീഡിയോ ഒന്നും മിണ്ടാതിരിക്കാൻ വയ്യ, സുഖമില്ല, ചെറിയ പനിയാണ്. അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്താണ് ഈ കോള് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓർത്തു, ഇതെന്തോ ഈ പറയുന്നത്, ആരെ ഇപ്പം എന്നോട് ചോദിക്കുന്നത്, കമ്മ്യൂണിറ്റി അപഹേളിച്ചു. നൂറ എന്ന പെണ്ണ് കമ്മ്യൂണിറ്റിയെ പിന്നെ എന്താ പ്രതിനിധീകരിക്കുന്നതായതുകൊണ്ട് നൂറയെ അവഹേളിച്ചതിന് തെറിയ വിഷയമാണ്. അല്ല, ഇപ്പം ഞാനും വിളിച്ചിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വരുന്നടി ഓരോരുത്തരെ ഫോൺ വിളിച്ചിട്ട് തെറി വിളിക്കാം? ഓ എടിയാ എടന, ഈ തൂക്കിയിട്ടാട്ടുന്ന മണി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നീയൊക്കെ ഈ ആട്ടക്കലാശം കാണിക്കുന്നെങ്കിൽ ഓക്കെയാണ്.
നിങ്ങൾക്ക് എത്രത്തോളം റൈറ്റ്സ് ഉണ്ടോ അത്രത്തോളം റൈറ്റ്സ് എനിക്കും ഉണ്ട്. നിങ്ങൾ തോന്നിവാസം കാണിച്ചാൽ പറയാനുള്ള അധികാരം ഞങ്ങൾക്കുമുണ്ട്. പിന്നെ വിളിച്ചാ വീടില്ലല്ലോ, നിന്റെയൊക്കെ കൂട്ടത്തിൽ കയറി പൊട്ടിക്കും. മനസ്സിലായ? തോന്നിവാസവും തെറ്റിത്തരവും പറയാനായിട്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരണ്ട. നിനക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം, ഞാൻ അവിടെ വന്ന് പറഞ്ഞോളാം. കമ്മ്യൂണിറ്റിയെ ഏത് കമ്മ്യൂണിറ്റിയാണ് അവഹേളിച്ച്? LGBT അവരെന്ത് പറഞ്ഞു? നീ എന്ത് കേട്ട്? നൂറ അവളുടെ പേരൻസിനെ പറ്റി മോശമായ രീതിയിൽ പലയിടത്തും കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പുറത്തവളുടെ പേരൻസ് ഉണ്ട്, അവർക്ക് വേറെ പറയാനുണ്ടാകും. അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ കേട്ടോ? ആരുടെയെങ്കിലും ഇന്റർവ്യൂ നിങ്ങൾ പോയി എടുത്തോ? ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അവരുടെ വോയിസ് ഉണ്ട്. എന്നോട് അവർ സംസാരിച്ചതുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. ആദിലയുടെയും നൂറയുടെയും പേരൻസിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവർ പറയുന്ന നുണയാണെന്ന്. അപ്പൊ തെളിവ് വെച്ചല്ലേ പറയുന്നത്? പിന്നെന്താ? പിന്നെ അതിന്റെ മേളിൽ നിനക്കെന്താ പ്രശ്നം? നീ ആരാ? അതിനകത്ത് കിടന്നിട്ടുള്ള ഈ ഒട്ടിപ്പാട്ടും കൊണ്ട് ഇങ്ങോട്ട് തള്ളരുത്. മനസ്സിലായില്ലേ? അതൊക്കെ കൊണ്ട് നീയൊക്കെ അങ്ങ് ജീവിച്ചു പോയേച്ചാൽ മതി. ഇങ്ങോട്ട് ഒന്ന് തള്ളി കയറാൻ നിൽക്കേണ്ട. ഈ ബാക്കിയുള്ളവരെ കണക്ക് അയ്യോ കമ്മ്യൂണിറ്റി എന്ത് പറയും, അയ്യോ സൊസൈറ്റി എന്ത് പറയും, അയ്യോ അവരെന്ത് പറയും, ഇതൊന്നും ഇവിടെ എടുക്കൂലടി. എടിയാ എടന എന്തൊരു മണിയാ. അത് തന്നെ. അങ്ങനെയുള്ള നീയൊക്കെ അടങ്ങി ഒതുങ്ങിയാണെങ്കിൽ ജീവിച്ചു പോകാം. ബാക്കി സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ തലയിൽ കയറിയിട്ട് നിനക്കൊക്കെ എന്തെങ്കിലും സ്ഥാപിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ പറഞ്ഞു ചേരാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്, സൗകര്യമില്ല. വീട്ടുകളിൽ കയറ്റാൻ കൊള്ളാത്ത തക്കവണ്ണമുള്ളതാണ് നിന്റെയൊക്കെ ലാംഗ്വേജ്. അതിപ്പോൾ തെളിഞ്ഞല്ലോ. ഫോൺ വിളിച്ച് മര്യാദയ്ക്ക് ചോദിക്കാമല്ലോ. അതിന് പകരം തെറിയല്ലേ വിളിച്ചേ? അപ്പോൾ തെറി അങ്ങോട്ടും വരുമല്ലോ. തെറി അങ്ങോട്ട് വിളിച്ചതിന് കേസ് എടുക്കൂലേ? എന്താണെന്ന് അറിയാമോ? എൻ്റെ അടുത്തോട്ടാണ് കോൾ വന്നത്. ഞാൻ അങ്ങോട്ടല്ല വിളിച്ചത്, നീ ഇങ്ങോട്ടാണ് വിളിച്ചത്. അപ്പോൾ എടീന്നേ വരുന്നുള്ളൂ. ഇവളൊക്കെ വേഷം കെട്ടി, ഇവനൊക്കെ വേഷം കെട്ടി എടികളായിട്ട് നടക്കുകയാണ്. ഒരു 100 സാധനം ഞാൻ കൊണ്ടുവന്ന് തെളിവായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ടൈം ലൈൻ ഫുൾ അതാണ്. നിന്റെയൊക്കെ വൃത്തികേടുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് തമിഴ്നാട്ടിൽ ഒരു കുട്ടീനെ കൊന്നു കളഞ്ഞു. അമ്മയ്ക്ക് 3 മക്കളാണ്. അതിലെ ഇളയ കുഞ്ഞിനെയാണ് കൊന്നു കളഞ്ഞത്. അതിന്റെ കാരണം അയലോക്കത്തെ പെണ്ണുമായിട്ട് ലെസ്ബിയനിസം. പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമം, പെണ്ണുമായിട്ട് അങ്ങനെ സുഖിച്ച് കിടക്കാൻ പറ്റുന്നില്ല, ഈ കൊച്ചു ശല്യ. അതുകൊണ്ട് ഈ കുട്ടീനെ അവർക്ക് വേണ്ടിയിട്ട് കൊന്നു കളഞ്ഞു. ഇത്തരത്തിലാണ് നിങ്ങളുടെ ജീവിതശൈലി. നിങ്ങളുടെ രീതി ഇതാണ്. നിങ്ങൾ ആരും അംഗീകരിക്കത്തില്ല. പൊടി കുഞ്ഞിന്റെ അടുത്ത് പോലും നിങ്ങൾക്ക് അത്രയധികം വൈരാഗ്യം വരികയാണ്. നിങ്ങൾക്ക് ഒന്നിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ കൊല്ലണം. അതെന്ത് രീതിയാ? അത് പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറഞ്ഞത്? കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ കുടുംബക്കാരുമായി സംസാരിച്ച് അതിന് പ്രശ്നപരിഹാരം കണ്ടെത്തുക എന്നല്ലേ പറഞ്ഞത്? കമ്മ്യൂണിറ്റി അവഹേളിച്ചെന്ന് പറഞ്ഞാൽ എന്നെ എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തിരച്ചിയാണെന്ന് പറഞ്ഞാലും അറിഞ്ഞും പറഞ്ഞ എന്നെ കേൾക്കുക മാത്രമല്ല, ഞാൻ കൊണ്ട് പെറ്റീഷനും കൊടുക്കും. ചുമ്മാ എന്നെ വിളിച്ച് ശല്യം ചെയ്താ. പിന്നെ നിന്നെ തെറി വിളിച്ചാൽ എനിക്ക് ഇച്ചിരി മനസ്താപമുണ്ട്. കുറച്ച് കുറഞ്ഞു പോയോന്നൊരു ഡൗട്ടുണ്ട്. ഇച്ചിരി കൂടെ തരട്ടെ? ഒന്നും കൂടെ വിളിച്ചോ? അങ്ങോട്ട് വിളിച്ചു തന്നാൽ കേസ് വരും. അതുകൊണ്ടാണ് നീ ഇങ്ങോട്ട് ഒന്നും കൂടെ വിളിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ നിനക്ക് നല്ലപോലെ അങ്ങോട്ട് തിരിച്ചു തന്നേക്കാം. എന്തായാലും ഈ വിളിച്ച കുണ്ടന് സ്ഥലം മാറിപ്പോയി എന്നുള്ളതാണ്. ഷെഫീനായൊക്കെ വിളിച്ച വല്ല രക്ഷയുണ്ട്? അടിച്ച് അങ്ങോട്ട് കയറ്റം കൊടുത്തേക്കും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ആദില നൂറായെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു കുടുംബമുണ്ട്, നിങ്ങൾക്കും മക്കളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു പ്രോഗ്രാമിൽ ഈ ആദില നൂറ വരുന്ന സമയത്ത് ആ വീട്ടിൽ ഒരുപാട് ഉമ്മമാരും സ്ത്രീകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഇവർ വരുന്ന കാണുമ്പോഴത്തേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം. എന്താണെങ്കിലും ഈ ബിഗ് ബോസിലുള്ള പല ആൾക്കാരെയും വിളിച്ച കൂട്ടത്തിൽ ഈ ആദില നൂറ വന്നതാണ് എന്നാണ് മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ അതിനകത്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ഒരാളെ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് അധിക്ഷേപിച്ച് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് അതൊരു മാന്യതയല്ലല്ലോ. എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും ഈ വിളിച്ച ഈ കുണ്ടൻ ഏതാണെങ്കിലും ഇനി ജീവിതത്തിൽ ഷെഫീനായ അവള് എനിക്കും പെട്ടെന്ന് അവളൊന്നാ വരുന്ന വിളിക്കത്തില്ല. അപ്പോൾ എന്തായാലും കുണ്ടനും കുണ്ടച്ചിമാരെല്ലാം കൂടെ സുഖസുന്ദരമായിട്ട് അങ്ങോട്ട് പൊക്കോ. ഈ മാന്യമായിട്ട് ജീവിക്കുന്നവരുടെയൊക്കെ അണ്ണാക്കി കയറി ചുണ്ണാമ്പിട്ട് ഇളക്കാൻ നോക്കിയാൽ ഇതായിരിക്കും മറുപടി കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുടുംബപരമായി ജീവിക്കുന്ന മാനാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ കമൻറ്റ് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും